ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ എന്ത് പരിപാടി? അപ്പോൾ ഇന്ന് നമ്മൾ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഷേക്ക് അടിക്കാൻ പോവാണ്. അതെ, ഷേക്കിന്റെ ജ്യൂസ് അങ്ങനെ ഒരു സാധനമല്ലേ? പറയാം. നല്ല വെയിലാണ്, അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു തണ്ണിമത്തനൊക്കെ വാങ്ങിച്ച് അടിക്കാം. തണ്ണിമത്തൻ പക്ഷേ അതിന്റെ വില കേട്ടപ്പോഴല്ലേ വില എങ്ങനെയാ? മറ്റേ നമ്മുടെ സാധാ തണ്ണിമത്തനാണെങ്കിൽ 3 കിലോ 100, പിന്നെ മറ്റേ സ്പെഷ്യലാണെങ്കിൽ 4 കിലോ 100. നമ്മളല്ലാത്തപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ 5 എണ്ണം 100, അങ്ങനെ 5 എണ്ണം 200 ഇല്ലേ? 5 ആണോ 3 ആണോ അങ്ങനെ ബൾക്കായിട്ട് കുറെ കാണുന്നത്. അപ്പൊ നമ്മുടെ ഗതി കൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്ന് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലേ. നമ്മൾ എന്ന് വീഡിയോ എടുക്കാൻ നോക്കിയോ അന്നാണെങ്കിൽ ഒരു സാധനവും കാണത്തില്ല. അല്ലാത്തപ്പോഴൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കുറെ വട്ടം കണ്ടിട്ട് നമ്മൾ അന്ന് വീഡിയോ എടുക്കാൻ പക്ഷെ നമ്മളെ ഈ ഫണ്ടോ കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ ഇന്നും അത് ഉണ്ടായില്ലേ? നമ്മൾ 2 എണ്ണം എന്തായാലും എടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് നല്ല സെറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. നല്ല ഫ്രഷ് ക്രീം ഒക്കെ ചേർത്ത് നല്ല കിഡിലായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നല്ല ചൂടാ, അപ്പം കുടിക്കുമ്പോൾ നമുക്ക് ഒരു ഇത് വരും. ഓക്കെ, അപ്പം നമുക്ക് ഇനി പറഞ്ഞ് ലാഗ് അടിപ്പിക്കേണ്ട വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇവിടെ ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ തീ പിടിച്ച വിലയാണ് 80 രൂപ. എന്തായാലും തന്നെ നമ്മൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തണ്ണിമത്തനും കാര്യങ്ങളൊക്കെ അവൻ അവിടെ കഴുകുന്നുണ്ട്. എല്ലാം കഴുകി ക്ലീൻ ചെയ്യണം, നല്ലപോലെ ക്ലീൻ ചെയ്യണം. കാരണം നല്ലപോലെ കയ്യിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പൊടിയും കാര്യങ്ങളും ഉണ്ടായി. ഞാൻ തട്ടിക്കളഞ്ഞാണ്, ഭയങ്കര പൊടിയും കാര്യങ്ങളും ഓരോ വിഷമൊക്കെ അടിച്ച് വരുന്നതല്ലേ. എന്തായാലും നമ്മുടെ ബാക്കി സെറ്റപ്പും കാര്യങ്ങളും റെഡിയാണ്. ഇനി നമ്മുടെ തണ്ണിമത്ത ഫുള്ള് ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയൊക്കെ എടുക്കാം. എന്തായാലും നമുക്ക് നേരെ പണിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തനൊക്കെ ഇവിടെ നല്ല പോലെ കഴുകി സെറ്റായിട്ട് 4 വട്ടം കഴുകി ശരിയാക്കിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അരിയണം. പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുറിക്കാൻ പോവാ. നല്ല പാടാണോ? നമുക്കിനി മറ്റേ കൂടെ മുറി. ഞാൻ ഇങ്ങോട്ട് വെക്കാം. മുറിക്കാം. ഏതായിരിക്കും അടിപൊളി? രണ്ടും കളർ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് പിന്നെ ക്വാണ്ടിറ്റി ആണെങ്കിലായിരിക്കും കൂടുതൽ. ക്വാണ്ടിറ്റി ആണെങ്കിലാ കൂടുതൽ. ക്വാണ്ടിറ്റി സ്വാദും കൂടുതൽ അതിനായിരിക്കും. നമുക്കിത് രണ്ടും അരിഞ്ഞെടുക്കാം. നമ്മുടെ തണ്ണിമത്തം മൊത്തം നല്ല അരിഞ്ഞ് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ആ 2 തണ്ണിമത്തം നമ്മുടെ ഈ ഒരു ഒറ്റ പാത്രത്തിൽ ഇരിപ്പുണ്ട്. നമുക്ക് നേരെ അടിക്കല്ലേ, അടിച്ചെടുക്കാം അല്ലേ? നമുക്ക് നേരെ അടിക്കുന്ന പരിപാടി. എന്തൊക്കെയാണ് അടിക്കുന്നത്? നമ്മുടെ ഒരു ഫ്രഷ് ക്രീം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് പറയാം. അതായത് നമ്മുടെ ജാറിലേക്ക് നമ്മൾ സ്പൂണൊക്കെ അത് ചെയ്താൽ നല്ല പാടായിരുന്നു. അല്ല, പെട്ടെന്ന് വരുന്നല്ലേ പാടം വേണ്ടായിരുന്നു. എന്ത് പാട്ട് തണ്ണിമത്തത്തിന് കുറച്ച് വലിയ മധുരം ഒന്നും ഇല്ലല്ലേ? നമ്മൾ അതുകൊണ്ട് കുറച്ച് പഞ്ചാരങ്ങൾ എടുത്തിട്ടുണ്ട്. എങ്ങനെയാ മധുരം ഇല്ലേ? നമുക്കൊരു ബാലൻസ് ചെയ്യാം. അതെ, ഇത്രയും പോരാ? ആദ്യം ഓക്കെ. തണ്ണിമത്തനല്ലേ അടിക്കുമ്പോഴത്തേക്കും വെള്ളമായി മാറും. ശരി. അടുത്ത എന്തുവാ? നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം, നമ്മുടെ സാധനം അല്ലേ, നമ്മുടെ മെയിൻ സാധനം. ഉണ്ടോ? മതി. നമുക്ക് നമ്മുടെ മെയിൻ സാധനം പഞ്ചാര. ഇതാ ഫ്രഷ് ക്രീമാണ് നമ്മുടെ മെയിൻ. ഇല്ലെന്നാ ഫ്രഷ് ക്രീമാണ് മെയിൻ. ഇനിയും കുറച്ച് നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചാര, ഇത്രയും മതി. അയ്യോ, എന്തുവായിരിക്കും ടേസ്റ്റ് അല്ലേ? ഇത് തന്നെ. നമുക്കിനി നേരെ അടിക്കാം. ഒറ്റ അടി അല്ലേ? പെട്ടെന്ന് റെഡിയാവും. ഓക്കെ, തുടങ്ങിയോ?
സാധനം റെഡിയായോ? തുറന്നു നോക്കാം. അയ്യോ, കുറച്ച് ഐസ് കൂടെ ഇടണമല്ലേ? അത് നമുക്ക് പിന്നിടാം. അടിച്ചിട്ട് എനിക്ക് തൊണ്ട നമ്മളെ വേണ്ട ആദ്യത്തെ സാധനം. കുറച്ച് കഷ്ണങ്ങളുണ്ടെങ്കിൽ കടിക്കാൻ കിട്ടും. ഉണ്ട് കേട്ടോ, കഷ്ണം കടിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇനി ഇങ്ങനെ എല്ലാം അടിച്ചെടുക്കാം അല്ലേ? ഇതുപോലെ അടിച്ചെടുക്കാം. വേണ്ടേ? നമ്മള് ഉണ്ടാക്കിയല്ലേ? അതാ നമ്മള് എത്ര 1 മണിക്കൂറത്തെ പെട്ടെന്ന് 1 മണിക്കൂറത്തെ പരിപാടിയാണ് ഈ കഴിഞ്ഞിരിക്കുന്നത്. അതെ, നമ്മള് ടേസ്റ്റ് ചെയ്തായിരുന്നു ആദ്യം ഒന്ന് വീഡിയോ എടുക്കുന്നല്ലേ. അറിയണമല്ലോ എങ്ങനെ ഉണ്ടെന്ന് സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അപ്പം കുടിച്ചു നോക്കാല്ലേ? കുടിക്കാം. നമ്മള് ഐസ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മള് തണുപ്പിച്ചിട്ടില്ല. തണുപ്പിക്കാൻ നമ്മള് വേറെ വെച്ചിട്ടുണ്ട്. ഇത് ചുമ്മാ വീഡിയോക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് എടുത്തേ ഉള്ളൂ. നമുക്ക് ഇനി കുടിക്കാം. ഹെവി സാധനം, കൊള്ളാം. തിക്ക് സാധനം. ഇത് നമ്മള് കുടിക്കാം. ഇത് നമ്മൾ ഏറ്റവും അവസാനം അടിച്ചില്ലേ, ഒരു ഫുൾ ഫ്രഷ് ക്രീം ഇല്ലേ? ഏറ്റവും അവസാനം അടിച്ച സാധനം. ഒരു ഫുൾ ഫ്രഷ് ക്രീം ഇട്ട് നമ്മള് അടിച്ചെടുത്ത്. ഇത് കിടിലൻ ഐറ്റം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുവാണെ ഒരു ചെറിയ ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചാലും ഇഷ്ടം പോലെ കാണും. നമ്മൾ 2 വട്ടം വാങ്ങിച്ചാൽ നമുക്ക് അത്യാവശ്യം കിട്ടി. നമ്മള് ഇപ്പൊ 2-3 പേർക്ക് കൊടുക്കാനാണെ ചെറുതായിട്ട് അതിൽ ഒരു ഫുൾ ഫ്രഷ് ക്രീം ഇട്ട് അടിച്ചാൽ ഹെവി ഐറ്റം ആയിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ, വീട്ടിലെ സാധനം. അടിപൊളി. ഇടയ്ക്ക് നമുക്ക് ചവയ്ക്കാനും ചില കഷ്ണങ്ങൾ കിട്ടും. അന്നേരം ഒന്നുകൂടെ രസമാണ് ശരിക്കും പറഞ്ഞ സാധനം. അതെ, ചവയ്ക്കണമെന്നില്ലേ? അല്ലെങ്കിൽ ഒരു ഗുമ്മ കാണത്തില്ല. ആണോ? ഞങ്ങൾ ആ ജാറോട് ഇങ്ങനെ എടുത്തു കേട്ടോ. കുറച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഭാഗം വേണ്ട. ആദ്യം അടിച്ചതിനൊക്കെ കറക്റ്റ് ലെവല് മതി. പക്ഷെ ഏറ്റവും അവസാനം അടിച്ചതിനെ നല്ല തിക്ക ഹെവി ആയിട്ട് കേട്ടോ. ഇത് തണുപ്പുണ്ടെങ്കിൽ എന്തോ കിട്ടുന്ന സാധനമായിരിക്കും ഇത്. പിന്നെ ഒരു സാധനമായിരിക്കും ഇത് ഈ ചൂടത്ത് പ്രത്യേകിച്ച്. അതെ, ഹെവി ആയിട്ട് കേട്ടോ അല്ലേ? ഇതൊക്കെ ഉച്ചയ്ക്ക് എവിടെയും കൊണ്ട് കടയിട്ട നമ്മൾ രക്ഷപ്പെടും. ഒരു ഗ്ലാസ്സിന് 30 രൂപ വെച്ചോ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് സാധനമാണിത്. സെറ്റ് സാധനമാട്ടെ. നിങ്ങൾക്ക് എല്ലാരും കുടിക്കുന്ന എന്നാലും ഫ്രഷ് ക്രീം ഇട്ടൊന്ന് അടിച്ച് അല്ലേ? അതാ, ഫ്രഷ് ക്രീം ഇട്ട് അടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്. കുറച്ച് നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്രഷ് ക്രീം ഒക്കെ ഇട്ട് പഞ്ചാരയൊക്കെ ഇട്ട് അടിച്ചാൽ നല്ല തിക്കായിട്ട് കിട്ടും സാധനം. അത് ഈ ചൂടത്ത് നല്ല ഐസ് കൂടെയാണ്. നമ്മൾ ഇന്നിപ്പം എനിക്കാണ് പനിയാണ്, പിന്നെ ഞാനാണ് വെച്ചിട്ടുണ്ടല്ലേ? ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ്. എനിക്കാണ് തണുപ്പും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്തു. പക്ഷെ എന്നിട്ട് നല്ല ടേസ്റ്റ്. അതാ, അപ്പൊ തണുപ്പിച്ചെന്ന് ആലോചിച്ച് കിടിലമായിരിക്കും. കിടില സാധനം, അടിപൊളി കഴിച്ചു. അപ്പം ഇന്നത്തെ ഇപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ? അതെ, ഇന്നത്തെ ഇത് പരിപാടി ഇത്രേ ഉള്ളൂ. അതെ, നമ്മള് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയത് എങ്ങനെയാണ്. എല്ലാവർക്കും അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അയക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണല്ലോ. എന്നാലേ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, എന്നാൽ ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും അയക്കാൻ പറയാം. വീഡിയോക്ക് പവർ വരുന്നല്ലോ. നല്ല സാധനം. പൊളി.